CMRL കേസിൽ ഒരു പുതിയ നിർണായകമായ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. ബിനിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിനിൽ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? CMRLന്റെ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി പറയാനായി മാറ്റിയിരിക്കുന്നു. വെള്ളിയാഴ്ച വരെ CMRLനെതിരെ യാതൊരു തരത്തിലുള്ള നടപടികളും പാടില്ല എന്ന് ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ ഇഡിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി ഇക്കാര്യം കോടതിയിൽ സമ്മതിച്ചിട്ടുണ്ട്. അതായത് അടുത്ത വെള്ളിയാഴ്ച വരെ ഈ കേസിലെ അപ്പീൽ ഹർജിക്കാരായ CMRLനെതിരെ യാതൊരുവിധ നടപടികളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല. അതേസമയം കേസിലെ മറ്റ് കക്ഷികൾക്കെതിരെ നടപടിക്ക് തടസ്സമില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഹൈക്കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തു. അതായത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ നടപടികൾക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇപ്പോൾ നിയമപരമായ തടസ്സങ്ങളില്ല. അക്കാര്യം കോടതിയിൽ ഇഡി വ്യക്തത വരുത്തുകയും കൂടി ചെയ്തിട്ടുണ്ട്. കാരണം ഹൈക്കോടതിയിൽ അപ്പീൽ ഹർജിയുമായി എത്തിയത് CMRLാണ്. CMRLന്റെ ഹർജി അത് വിശദമായ വാദം കേട്ട് വിധി പറയാനായി മാറ്റിയിരിക്കുകയാണ്. വെള്ളിയാഴ്ച വരെ ഹൈക്കോടതി അതിൽ CMRLനെതിരെ യാതൊരുവിധ നടപടികളും പാടില്ല എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ. CMRLന്റെ ആശ്വാസം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച വരെ നടപടികൾ തടഞ്ഞു എന്നതല്ലേ ഉള്ളൂ. തുടർ നടപടികൾ ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും സാധ്യതയില്ലേ? ആശ്വാസം എന്ന് പൂർണ്ണമായും പറയാൻ കഴിയുമോ? കുറച്ച് ദിവസങ്ങളിലേക്ക് മാത്രമുള്ളൊരു ആശ്വാസമായിരിക്കില്ലേ ഇത്? CMRL ഒരു താൽക്കാലിക ആശ്വാസം എന്നതിനപ്പുറത്ത് അവർക്ക് ഈ ഹർജിയിലെ അപ്പീലിലെ വിധി അനുകൂലമായാൽ മാത്രമേ അവർക്ക് പൂർണ്ണമായ ഒരു ആശ്വാസം എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. കാരണം വിധി വരുന്നത് വരെ മറ്റു നടപടികൾ പാടില്ല എന്നത് മാത്രമാണ് ഇപ്പോൾ ഹൈക്കോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാരണം അതൊരു നിയമപരമായൊരു നടപടിക്രമം കൂടിയാണ്. കാരണം ഈ അപ്പീൽ അനുവദിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ, അതായത് CMRL അനുകൂലമായ ഒരു നിർദ്ദേശമാണ് അല്ലെങ്കിൽ ഉത്തരവാണ് കോടതിയിൽ നിന്ന് വരാനിരിക്കുന്നതെങ്കിൽ അതിനിടയിൽ ഒരു നടപടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ആ കക്ഷിക്ക് നീതി കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ടാണ് അതുവരെ ഇത് തടഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷേ അതേസമയം CMRLന്റെ ഹർജി തള്ളുകയാണെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തുടർ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിന് യാതൊരുവിധ തടസ്സവും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കോടതി ഒരു നിർദ്ദേശമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് പറയും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ ആർക്കൊക്കെയാണ് ആശ്വാസം ഉണ്ടാവുക, ആർക്കൊക്കെയാണ് ആശ്വാസം നഷ്ടപ്പെടുക? ഈ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയുടെ കാര്യത്തിൽ തുടരന്വേഷണവുമായി ഇഡി ഉറപ്പായും മുന്നോട്ട് പോവില്ലേ? പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരെ ഒരു നടപടിക്കും ഇപ്പോൾ നിയമപരമായ ഒരു തടസ്സവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിലില്ല. കാരണം വീണയ്ക്കെതിരെ നടപടിയെടുക്കുന്നതിന് അവർക്ക് കോടതിയിൽ നിന്ന് വിലക്കുമില്ല. അക്കാര്യം അവർ കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കോടതി അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഈ കോടതിയുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് CMRL മാത്രമാണ്. അവിടെ അപ്പീൽ ഹർജിയുമായി എത്തിയിരിക്കുന്ന ആ കക്ഷികൾക്ക് മാത്രമാണ് കോടതിയിൽ നിന്ന് ഒരു ഇടക്കാല ആശ്വാസം കിട്ടിയിരിക്കുന്നത്. അവരുടെ കാര്യത്തിൽ മാത്രമാണ് കോടതിക്ക് ഇടപെടാൻ കഴിയുന്നത്. വീണ വിജയൻ കോടതിയുടെ മുന്നിലുള്ള ഒരു കക്ഷിയെ അല്ല. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിക്ക് അക്കാര്യത്തിലൊരു ബ്ലാങ്കറ്റ് ആയിട്ടുള്ള ഒരു നിർദ്ദേശം നൽകേണ്ട കാര്യവുമില്ല. അതുകൊണ്ടാണ് കോടതി CMRLന്റെ കാര്യത്തിൽ മാത്രം അവർക്കെതിരെ വെള്ളിയാഴ്ച വരെ മറ്റു നടപടികൾ വേണ്ടതില്ല, ഇത്തരത്തിലൊരു നടപടിയുമായി മുന്നോട്ട് പോകരുത് എന്നൊരു നിർദ്ദേശം ഇഡിക്ക് നൽകിയത്. ഇഡി തന്നെ അക്കാര്യം കോടതിയിൽ ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്, അങ്ങോട്ട് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ അപ്പീൽ ഹർജി വേഗത്തിൽ കേൾക്കുന്നതിന് വേണ്ടി ഇഡി ഇന്ന് സന്നദ്ധമായിരുന്നു. അതിൽ വാദം പറഞ്ഞു. ആ വാദം പറഞ്ഞ ഘട്ടത്തിൽ അവസാനിപ്പിക്കുമ്പോൾ അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഈ വിധി വരുന്നത് വരെ ഞങ്ങൾ തുടർ നടപടികൾ, ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നില്ല. ഈ അപ്പലന്റിനെതിരെ, അതായത് CMRLനെതിരെ മാത്രം അതവർ ക്ലാരിഫൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അപ്പലന്റ് ആയിട്ടുള്ള CMRL മാത്രമാണ് ഇതിന്റെ ഒരു ആശ്വാസം കിട്ടുക. വീണ വിജയന് മറ്റേതെങ്കിലും എതിർകക്ഷികൾക്കോ ഇതിന്റെ യാതൊരുവിധ ഗുണഫലവും കിട്ടില്ല. CMRL കമ്പനിക്ക് മാത്രമായിരിക്കും ആ ഒരു താൽക്കാലിക ആശ്വാസം ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വരുന്നത്. എന്തായാലും വെള്ളിയാഴ്ച ഈ അപ്പീലിൽ അന്തിമ തീരുമാനം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് പുറത്തേക്ക് വരികയും ചെയ്യും. അപ്പോൾ അന്തിമ വിജയം ആർക്കായിരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ കേസിന്റെ മുന്നോട്ടുള്ള പോക്ക്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവർ പൂർണ്ണ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്, അവരുടെ അന്വേഷണത്തിൽ ഇടപെടില്ല എന്നൊരു വിശ്വാസത്തിലാണ് അവർ വാദം പറഞ്ഞ് പൂർത്തീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. CMRL എന്തൊക്കെ കാര്യങ്ങളാണ് ഹർജിയിൽ പറഞ്ഞിട്ടുള്ളത്? എന്തുകൊണ്ട് ഇഡി അന്വേഷണം താൽക്കാലികമായി നിർത്തിവെക്കണം എന്നതാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്? CMRLനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട വാദം എന്നത് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇത് അന്വേഷിക്കാൻ കഴിയുന്ന ഒരു കുറ്റകൃത്യം വെളിവായി വന്നിട്ടില്ല എന്ന് തന്നെയാണ്. SFIOയുടെ അന്തിമ റിപ്പോർട്ട് അവർ കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിലും അത് നിയമപരമല്ല.
എന്ന നിലപാടാണ് CMRലുള്ളത്. കാരണം അവർ ഈ അന്വേഷണത്തിനെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിട്ടുണ്ട്. ആ ഹർജിയിൽ അന്തിമ തീർപ്പ് വന്നിട്ടില്ല. ആ തീർപ്പിന് വിധേയമായിരിക്കും ഈ അന്തിമ റിപ്പോർട്ട് എന്നത് നേരത്തെ ഡൽഹി ഹൈക്കോടതി അടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ റിപ്പോർട്ടിനെ ഒരു കേസായി പരിഗണിക്കാൻ കഴിയില്ല എന്നതാണ് ഇപ്പോൾ CMR ഹൈക്കോടതിയിൽ എടുത്തിരിക്കുന്ന വാദം. അതുകൊണ്ട് തന്നെ EDക്ക് ഇപ്പോൾ ഈ കേസിൽ അന്വേഷിക്കാൻ നിയമപരമായ അവകാശമില്ല എന്നതാണ് അവരുടെ നിലപാട്.